കലോത്സവങ്ങളില് പ്രതിഭകൾക്കൊപ്പം തന്നെ പ്രധാനികളാണ് അതിന്റെ കാഴ്ചക്കാരും. ശരിയാണതല്ലേ? തദ്ദേശീയ വിഭാഗക്കാരുടെ കലാരൂപങ്ങൾക്ക് കലോത്സവത്തിൽ ലഭിക്കുന്നത് വലിയ സ്വീകാര്യതയാണ്. 63ാമത് കലോത്സവത്തിലെ 15ാം വേദിയായ കബനിയിലെ ആസ്വാദകരുടെ കാഴ്ചകളിലേക്ക് പോയാലോ? യെസ്, തീർച്ചയായും പോകാം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നും എത്തിയതാണ് ഇങ്ങ് തിരുവനന്തപുരത്തേക്ക്. മത്സരത്തിനൊക്കെയൊപ്പം ആകാശത്തോളം ആഗ്രഹങ്ങളുമുണ്ട് ഇവർക്ക്. ആഗ്രഹങ്ങൾ ആരോട് പറയുമെന്ന ആശങ്കയിലാണ് മത്സരം കാണാനെത്തിയ സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെയാവാമെന്ന് കരുതുന്നതും. എല്ലാത്തിനും സമ്മതം മൂളുന്നുണ്ട് വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങൾ കാണണം? അതൊന്ന് ആദ്യം എന്തായാലും നിയമസഭ ഒരു നല്ല ഓപ്ഷനാണ് അല്ലേ? അത് നഗര കാഴ്ചകൾ സൂപ്പറാണ് കേട്ടോ. രാത്രി ഒരു 7 മണിക്ക് പോയാൽ മതി. ആദിവാസികളായ പണിയരുടെ പരമ്പരാഗതമായ നൃത്ത മത്സരവുമായാണ് PTMY-HSS എടപ്പാളയത്തെ വിദ്യാർത്ഥികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എത്തിയത്. ചുവടുകളൊന്നും പിഴയ്ക്കാതെ മനോഹരമായ വസ്ത്രധാരണത്തോടുകൂടി നൃത്തത്തെ അവർ അത്രമേൽ മനോഹരമാക്കി. നോക്കൂ, എത്ര സുന്ദരികളായിട്ടാണ് എൻ്റെ മക്കൾ നിൽക്കുന്നത്. അപ്പോൾ ഓരോ നൃത്തത്തിനും അതേപോലെ അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യങ്ങളുണ്ട്. ഇപ്പം ഇന്നലെ മലപുലയാട്ടായാലും എന്തായാലും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യങ്ങളുണ്ട്. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ശാരീരികക്ഷമത കൂടുതലുള്ള കലാരൂപമാണ്. പിന്നീട് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പുലിക്കുട്ടികളാണ്. അപ്പോൾ പെട്ടെന്ന് പഠിച്ചു പിള്ളേർ. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തെത്തി ആദ്യമായി കലോത്സവ വേദിയിലെത്തിയ പളിയ നൃത്തത്തിൽ എ ഗ്രേഡുമായാണ് മടക്കം. നിറഞ്ഞ മനസ്സോടെ. ആകർഷകങ്ങളായ ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് പളിയ നൃത്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പളിയരുടെ പരമ്പരാഗതമായ നൃത്തം അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് പാലക്കാട് നിന്നെത്തിയ ഈ മിടുക്കുകൾ. ക്യാമറാമാൻ അയ്യപ്പനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും മേഘ മാധവൻ.